നമ്മളിന്ന് +2 ഫിസിക്സിലെ 9ാമത്തെ ചാപ്റ്ററായ റേ ഓപ്റ്റിക്സ് ആണ് നോക്കുന്നത്. അല്ല, ഫസ്റ്റ് സെക്ഷനാണ്. നമുക്ക് ആദ്യത്തെ സെക്ഷൻ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ആണ്. നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ച റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്, അതിൻ്റെ കൺസെപ്റ്റുകളാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്. ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കിവിടെ ആദ്യം നോക്കാം. ഫസ്റ്റ് ഇതിൽ നമുക്ക് ആദ്യം നോക്കേണ്ടത് ഒരു ലോ ഓഫ് റിഫ്ലക്ഷൻ നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്, ശരിയല്ലേ? ഈ ലോ ഓഫ് റിഫ്ലക്ഷൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഞാൻ ഇവിടെ ഒരു പ്ലെയിൻ മിററാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, പ്ലെയിൻ മിറർ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗത്തിന് പുറത്താണ് ഇതിൻ്റെ അപ്പർച്ചർ. ഇവിടെ നോക്കണം, ഇവിടെ ഒരു റേ ഓഫ് ലൈറ്റ് വന്ന് എന്ത് ചെയ്യുന്നു, ഇൻസിഡൻറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇൻസിഡൻറ്റ് എന്ന് പറയാൻ നമ്മൾ വിളിക്കുന്ന പേര് ഇൻസിഡൻറ്റ് റേ എന്നും. ഇതായത് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തിയിട്ട് തിരിച്ചെന്ത് ചെയ്യുന്നു, റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നു. ഈ റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്ന റേ നമ്മൾ വിളിക്കുന്ന പേര് റിഫ്ലക്ടർ റേ എന്നും പറയുന്നു. ഓക്കെ, ഇതിനിടയിൽ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ഈ പെർപെൻഡിക്കുലറിനെ വിളിക്കുന്ന പേര് നോർമൽ. ഓക്കെ, ഒരു നോർമൽ വരച്ചു കഴിഞ്ഞാൽ ഈ ഇൻസിഡൻറ്റ് റേയും ഈ നോർമൽ നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിളിനെയാണ് നമ്മൾ ഐ എന്ന് വിളിക്കുന്നത്. ഇതിന് പറയുന്ന പേര് ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ റിഫ്ലക്റ്റഡ് റേയും നമ്മുടെ നോർമലും നമ്മളൊരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആർ. ശരിയല്ലേ? ഈ ആർ പറയുന്നതെന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അപ്പോൾ ഇൻസിഡൻറ്റ് റേയും നോർമലും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് ഐയും, അതുപോലെ തന്നെ റിഫ്ലക്റ്റഡ് റേയും നോർമലും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആറുമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലോ ഓഫ് റിഫ്ലക്ഷൻ പറയുന്ന ഇത്രയേ ഉള്ളൂ, ഐ എപ്പോഴും എന്തിന് ഈക്വൽ ആയിരിക്കും, ആറിന് ഈക്വൽ ആയിരിക്കും. ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും എന്തായിരിക്കും, ഓൾവേസ് ബി ഈക്വൽ. എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 30 ഡിഗ്രി ആണെങ്കിൽ അവിടെ എത്ര ഡിഗ്രി ആയിരിക്കും, 30 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇതാണ് ലോ ഓഫ് റിഫ്ലക്ഷൻ്റെ ഫസ്റ്റ് പോയിന്റ്. അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഇനി രണ്ടാമത്തെ പോയിന്റ്, അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് ഐയും ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആറും നോർമലും ഇൻ ദ സെയിം പ്ലെയിൻ, ഒരൊറ്റ പ്ലെയിനിലായിരിക്കും. അപ്പോൾ ഈ രണ്ട് പോയിന്റ് എഴുതിയാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ലോ ഓഫ് റിഫ്ലക്ഷൻ അറിയാൻ പറ്റും. ഓക്കെ, ഒരു ഒന്നാമത്തെ പോയിന്റ് ഐ യു ആർ ഈക്വൽ ആണ്. ഓക്കെ, അതുപോലെ തന്നെ ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ നോർമൽ ഇൻ ദ സെയിം പ്ലെയിൻ. ഈ രണ്ട് പോയിന്റാണ് ഇവിടെ വരുന്നത്, ലോ ഓഫ് റിഫ്ലക്ഷൻ വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് ടൈപ്പ് ഓഫ് മിറർ. ഇവിടെ നമുക്ക് രണ്ട് മിറർ നമുക്ക് ഇവിടെ ഈ ചാപ്റ്ററിൽ ചെയ്യാനുണ്ട്, നോക്കാണ്ട്. ഒന്ന് ഏതാണ്, കോൺകേവ് മിററും രണ്ടാമത്തെ ഏതാണ്ട് കോൺവെക്സ് മിററും. ഓക്കെ, ഇവിടെ നോക്കണം, ഈ റിഫ്ലക്റ്റീവ് സർഫസ് കർവ്ഡ് ആയിട്ടിരിക്കുന്ന ഈ മിററിനെ നമ്മൾ വിളിക്കുന്ന പേര് കോൺകേവ് മിറർ. ഓക്കെ, അതുപോലെ റിഫ്ലക്റ്റീവ് സർഫസ് ഇതുപോലെ ബൾജായി പുറത്തോട്ടിരിക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേര് കോൺവെക്സ് മിറർ എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഒരു മിറർ വരച്ചു കഴിഞ്ഞാൽ അതിന്റെ ബേസ് കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞുതരാം. അപ്പോൾ ഈ മിററിന്റെ സെന്ററിലൂടെ കടന്നു പോകുന്ന ഈ വരെ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പിൾ ഓഫ് ആക്സിസ്. ഈ മിററിന്റെ ഒരു പോയിന്റിൽ ഇത് കൂട്ടിമുട്ടുന്നു, ഇതിനെ വിളിക്കുന്ന പേര് പോൾ എന്ന് പറയുന്നു. ഓക്കെ, ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗം ഇതിന്റെ ഉൾവശമാണ്. ഓക്കെ, ഇതിന്റെ പുറം ഭാഗമാണ് ഈ കർവ്ഡ് ആയിട്ടിരിക്കുന്ന ഭാഗം. ഓക്കെ, ഇനി ഇവിടെ നോക്കണം, ഇതിന് പാരലായിട്ട്, ഈ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വരുന്ന ഒരു റേ ഓഫ് ലൈറ്റ് എപ്പോഴും ഒരു പോയിന്റ് വഴി പാസ് ചെയ്തു പോകും. ആ പോയിന്റാണ് ഇതിന്റെ ഫോക്കസ്, പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് വിളിക്കുന്നത്. കൺസെപ്റ്റ് ഓക്കെ ആണല്ലോ? ഇനി ഈ മിറർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഒരു കർവ്ഡ് സർഫസ് ആയിരിക്കും. അപ്പോൾ ഒരു കർവ്ഡ് സർഫസ് എന്ന് പറയുമ്പോൾ അതിന് എന്തുണ്ടായിരിക്കും, ഒരു സെന്റർ ഉണ്ടായിരിക്കും. ഒരു സർക്കുലർ സർഫസിന് ഒരു സെന്റർ ഉണ്ടായിരിക്കും. ആ സെന്റർ നമ്മൾ വിളിക്കുന്ന പേരാണ് സെന്റർ ഓഫ് കർവേച്ചർ സി. അപ്പോൾ ഇത്രയും പോയിന്റുകൾ എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചിരിക്കുക. സി എന്താണ്, എഫ് എന്താണ്, പി എന്താണ്. ഇനി നമ്മൾ ഈ മിററിന്റെ ഫ്രണ്ടിൽ ഒരു ഒബ്ജക്റ്റ് വെക്കുന്നു. ഇവിടെ നോക്കി, ഒ ബി എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് വെക്കുന്നു. ഓക്കെ, ഈ ഒബ്ജക്റ്റ് വയ്ക്കുന്ന സമയത്ത് ഈ ഒബ്ജക്റ്റ് മുതൽ നമ്മുടെ മിറർ വരെയുള്ള ഡിസ്റ്റൻസ് നമ്മൾ വിളിക്കുന്ന പേരാണ് യു. ഓക്കെ, ഒബ്ജക്റ്റ് മുതൽ മിറർ വരെയുള്ള ഡിസ്റ്റൻസ് നമ്മൾ വിളിക്കുന്ന പേര് യു ആണ്. ഇതിനെ പറയുന്ന പേര് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഒരു ഇമേജ് ഉണ്ടായെന്ന് വിചാരിച്ചു, സി ക്യൂ എഫിനിടയിൽ ഒരു ഇമേജ് ഉണ്ടായി. ഈ ഇമേജ് മുതൽ മിറർ വരെയുള്ള ഡിസ്റ്റൻസ് നമ്മൾ വിളിക്കുന്ന പേരാണ് വി. ഇമേജ് മുതൽ മിറർ വരെയുള്ള ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേര് വി. അതിനെ പറയുന്ന പേര് ഇമേജ് ഡിസ്റ്റൻസ്. ഇനി ഫോക്കൽ ലെങ്ത് എഫ്, സെന്റർ ഓഫ് കർവേച്ചർ മുതൽ സി മുതൽ ഈ പോൾ വരെയുള്ള ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ആർ, റേഡിയസ് ഓഫ് കർവേച്ചർ. ഓക്കെ, ഇനി ഒബ്ജക്റ്റിന്റെ ഹൈറ്റിനെ നമ്മൾ വിളിക്കുന്ന പേര് എച്ച് ഒ എന്നും, അതുപോലെ ഇമേജിന്റെ ഹൈറ്റിനെ നമ്മൾ വിളിക്കുന്ന പേര് എച്ച് ഐ എന്നാണ്. അപ്പോൾ ഇത്രയാണ് ബേസ് കൺസെപ്റ്റ് വരുന്നത്. ഒന്ന് യു, വി, എഫ്, ആർ, എച്ച് ഒ, എച്ച് ഐ. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമ്മുടെ ഈ മിററിൽ നമ്മൾ ബേസായിട്ട് പഠിക്കേണ്ട കാര്യമാണ് ഇതിന്റെ ന്യൂ കാർട്ടീഷ്യൻ കൺവെൻഷൻ, അതായത് സൈൻ കൺവെൻഷൻ എങ്ങനെ വരുന്നു. ഇവിടെ നോക്കണം, ഒരു മിറർ, ഇതിന്റെ പോളിനെ ബേസ് ചെയ്താണ് സൈൻ കൺവെൻഷൻ പറയുന്നത്. ഇപ്പൊ ഈ പോളിന്റെ ലെഫ്റ്റ് സൈഡ് വരുന്ന എല്ലാം എന്തായിരിക്കും, നെഗറ്റീവ്. പോളിന്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന എല്ലാം നെഗറ്റീവും പോളിന്റെ റൈറ്റ് സൈഡിൽ വരുന്ന എല്ലാം എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ഇതാണ് ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ പറയുന്നത്. അപ്പോൾ
ലെഫ്റ്റ് സൈഡിലോട്ട് അളക്കുന്ന എല്ലാ അളവും നമ്മൾ എന്തെടുക്കണം, നെഗറ്റീവും. റൈറ്റ് സൈഡിലോട്ട് അളക്കുന്ന എല്ലാ അളവും എന്തെടുക്കണം, പോസിറ്റീവ്. അതായത് റേ ഓഫ് ലൈറ്റ് പാസ് ചെയ്യുന്നതിന്റെ സെയിം ഡയറക്ഷനിൽ പോകുന്നതെല്ലാം പോസിറ്റീവും, റേ ഓഫ് ലൈറ്റ് പാസ് ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നതെല്ലാം എന്തെടുക്കും, നെഗറ്റീവ് എടുക്കും. ഇനി അതുപോലെ തന്നെ പ്രിൻസിപ്പൽ ആക്സിസിന്റെ മുകളിലോട്ട്, അതിപ്പോൾ റൈറ്റ് സൈഡ് ആയാലും ലെഫ്റ്റ് സൈഡ് ആയാലും മുകളിലോട്ട് വരുന്നതെല്ലാം നമ്മൾ എന്തെടുക്കും, പോസിറ്റീവും. പ്രിൻസിപ്പൽ ആക്സിസിന്റെ താഴോട്ട് അളക്കുന്ന എല്ലാ അളവും നമ്മൾ എന്തായിട്ട് എടുക്കും, നെഗറ്റീവായിട്ട് എടുക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബേസ് ആണ്. ഇത് നമുക്ക് അറിയെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫസ്റ്റ് ഡെറിവേഷൻ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഫസ്റ്റ് നോക്കേണ്ടത് ആറും എഫും തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, ഡിറൈവ് ദ റിലേഷൻ ബിറ്റ്വീൻ ആർ ആൻഡ് എഫ്, റേഡിയസ് ഓഫ് കർവേച്ചറും ഫോക്കൽ ലെങ്തും തമ്മിലുള്ള റിലേഷൻ. അതിനുവേണ്ടി നമ്മളിവിടെ ഒരു കോൺകേവ് മിററാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഒരു കോൺകേവ് മിറർ. അപ്പോൾ ഇതിന്റെ സെന്ററിലൂടെ നമുക്ക് എന്ത് വരയ്ക്കാം, പ്രിൻസിപ്പൽ ആക്സിസ് വരയ്ക്കാം. ഇതതിന്റെ പോളാണ്, ഇതതിന്റെ ഫോക്കസ് ആണ്, ഇതതിന്റെ എന്താണ്, സെന്റർ ഓഫ് കർവേച്ചർ ആണ്. ഫസ്റ്റ് ഇവിടെ നോക്കണം, എ ബി എന്ന് പറയുന്ന ഒരു റേ ഓഫ് ലൈറ്റ് എന്ത് ചെയ്യുന്നു പോകുന്നു, പാരലായിട്ട് പോകുന്നു. നമുക്കറിയാം ഈ റേ ഓഫ് ലൈറ്റ് ഏത് വഴി പാസ് ചെയ്തു പോകും, എഫ് വഴി പാസ് ചെയ്തു. കൺസെപ്റ്റ് ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ ശ്രദ്ധിച്ചോ, ഇതിന്റെ സെന്റർ ഓഫ് കർവേച്ചറും ബിയും തമ്മിലൊരു പെർപെൻഡിക്കുലർ നമ്മൾ വരയ്ക്കുന്നു. അപ്പോൾ ഇതിനെ രണ്ട് ആംഗിളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ നമുക്ക് തീറ്റ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ആംഗിൾ ഓട്ടോമാറ്റിക്കലായിട്ട് എന്തായിരിക്കും, തീറ്റ ആയിരിക്കും. കൺസെപ്റ്റ് ഓക്കെ അല്ലേ. ഇനി ഇവിടെ നിന്ന് ബിന്ന് ഒരു പെർപെൻഡിക്കുലർ താഴോട്ട് വരയ്ക്കുന്നു. ആ പോയിന്റ് നമുക്ക് ഡി ആയിട്ട് എടുക്കാം. അത് അപ്രോക്സിമേറ്റ്ലി നമ്മുടെ പോളിന് അടുത്തുള്ള ഡിസ്റ്റൻസ് ആണ്. കൺസെപ്റ്റ് ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കുക, ഇത് തീറ്റയാണെങ്കിൽ ഈ കറസ്പോണ്ടിങ് ആംഗിൾ എന്തായിരിക്കും, തീറ്റ ആയിരിക്കും. ശരിയല്ലേ. ഇവിടെ രണ്ടിടവും തീറ്റ, അപ്പോൾ ഈ കറസ്പോണ്ടിങ് ആംഗിൾ എന്തായിരിക്കും, തീറ്റ ആയിരിക്കും. ഇനി ഇവിടെ രണ്ട് തീറ്റ പ്ലസ് തീറ്റ 2 തീറ്റ, അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ആംഗിൾ എന്തായിരിക്കും, 2 തീറ്റ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഫിഗറിൽ വരുന്നത്. ഇനി നമ്മളിവിടെ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഇത് 90 ഡിഗ്രി അല്ല. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് ട്രയാങ്കിൾ ബി സി ഡി. ട്രയാങ്കിൾ ബി സി ഡി. ഈ ബി സി ഡിയിൽ നമുക്ക് ടാൻ തീറ്റ എടുക്കാം. ടാൻ തീറ്റയുടെ ഇക്വേഷൻ എന്താണ്, ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്. ഓപ്പോസിറ്റ് ആരാണ്, ബി ഡി ബൈ സി ഡി. ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, അതുപോലെ തന്നെ രണ്ടാമത്തെ ട്രയാങ്കിൾ നമുക്കിവിടെ കൺസിഡർ ചെയ്യാം. രണ്ടാമത്തെ ട്രയാങ്കിൾ ആരാണ്, എഫ് ബി ഡി. അവിടെ നമുക്ക് ടാൻ 2 തീറ്റ എടുക്കാം. ടാൻ 2 തീറ്റയുടെ ഇക്വേഷൻ എന്താണ്, അത് ഓപ്പോസിറ്റ് സൈഡ് ബി ഡി ബൈ അഡ്ജസന്റ് സൈഡ് ആരാണ്, എഫ് ഡി ആണ്. അപ്പോൾ ബി ഡി ബൈ എഫ് ഡി. ഇതിന് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് കൊടുക്കാം. കൺസെപ്റ്റ് ഓർത്തിരിക്കാം. ഇനി നമ്മളൊരു ചെറിയൊരു കൺസെപ്റ്റ് കൊടുക്കുകയാണ്, തീറ്റ എന്താണ്, വെരി സ്മോൾ. തീറ്റ എന്താണ്, വെരി സ്മോൾ എന്നുള്ളൊരു കണ്ടീഷൻ കൊടുക്കുന്നു. തീറ്റ വെരി സ്മോൾ ആണെങ്കിൽ ടാൻ തീറ്റ എന്തിന് ഈക്വൽ ആയിരിക്കും, ടാൻ തീറ്റ തീറ്റയ്ക്കും അതുപോലെ തന്നെ ടാൻ 2 തീറ്റ എന്തിന് ഈക്വൽ ആയിരിക്കും, 2 തീറ്റയ്ക്ക് ഈക്വൽ ആയിരിക്കും. ശരിയല്ലേ. അങ്ങനെയാണ് നമുക്ക് ഇക്വേഷൻ നമ്പർ 2നെ 1 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ നമ്പർ 2നെ 1 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു 2 തീറ്റ ബൈ തീറ്റ. ഇപ്പുറത്ത് അതുപോലെ തന്നെ ബി ഡി ബൈ എഫ് ഡി. ഓക്കെ, ഡിവൈഡ് ചെയ്യുന്നതിന് പകരം തിരിച്ചിട്ട് ഗുണിച്ചാൽ അതെങ്ങനെ ചെയ്യാം, സി ഡി ബൈ ബി ഡി. ഓക്കെ, ബി ഡിയും ബി ഡിയും എന്ത് ചെയ്തു, വെട്ടിപ്പോയി. ഇവിടെ തീറ്റയും എന്ത് ചെയ്തു, വെട്ടിപ്പോയി. ഇനി ഇക്വേഷൻ എന്താണ്, 2 = എന്താണ് പറഞ്ഞേ, സി ഡി ബൈ എഫ് ഡി. കൺസെപ്റ്റ് ഓക്കെ അല്ലേ. ഇതിൽ നിന്ന് എഫ് ഡി ഇപ്പുറത്ത് വന്ന് എങ്ങനെ വരും, സി ഡി = 2FD എന്ന് കിട്ടും. സി ഡി എന്താന്ന് കിട്ടും, 2FD. ഇവിടെ നോക്കണം, സി ഡി എന്ന് പറഞ്ഞാൽ സെന്റർ ഓഫ് കർവേച്ചർ മുതൽ പോൾ വരെയുള്ള ദൂരം. അതിനെ നമുക്ക് 6 എന്ന് എടുക്കാം. റേഡിയസ് ഓഫ് കർവേച്ചർ 6. ശരിയല്ലേ. ഇനി എഫ് ഡി എന്ന് പറഞ്ഞാൽ ഫോക്കസ് മുതൽ പോൾ വരെയുള്ള ദൂരം. അവിടെ R = 2 × F എന്ന് കിട്ടും. ഇതല്ലേടെ ഇക്വേഷൻ. R = 2F. റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ എന്തിനാണ്, ഫോക്കസിന്റെ ഇരട്ടി. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഡെറിവേഷൻ. അതായത് റേഡിയസ് ഓഫ് കർവേച്ചർ 10 ആണെങ്കിൽ ഫോക്കസ് എത്രയായിരിക്കും, 5 ആയിരിക്കും. അതിന്റെ നേർ പകുതിയായിരിക്കും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സെക്ഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ.